Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ഗോകു അവനാണെങ്കിൽ വജീറ്റയെ മാറ്റി നിർത്തി അവന്റെ അവസാനത്തെ ശേഷിക്കുന്ന പവർ അതുപയോഗിച്ച് ഇപ്പൊ ബൂവായിട്ട് പോരാടുകയാണ്. ആ നിമിഷം വജീറ്റയാണെങ്കിൽ ഗോകുവിന്റെ പവർ എന്താണെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും തിരിച്ചറിയും. ബൂ ആണെങ്കിൽ ഒരുപാട് രൂപത്തിൽ വിന്യസിച്ച് വന്ന് ഇപ്പൊ ഗോകുവിനെ അറ്റാക്ക് ചെയ്യും. വജീറ്റയാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കും. എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് നീയാണ്. സത്യത്തിൽ എന്റെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും മാത്രമായിരുന്നു. ഞാൻ വംശത്തിന്റെ രാജകുമാരൻ, അത് ഞാൻ മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഞാനല്ല, നീയാണെന്ന് നീ തെളിയിച്ചു തന്നു. ഞാൻ വംശത്തിലെ രാജകുമാരൻ ദ നമ്പർ 1, അത് നീ തന്നെയാണ് ഗോകു എന്ന് ഇപ്പൊ വജീറ്റയാണെങ്കിൽ വിളിച്ചു പറയും. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇമ വെട്ടാതെ ഗോകുവിന്റെ ആ പോരാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഒരുപാട് പവർ നഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഇടിയൊക്കെ കിട്ടിയിട്ടും അവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ പോരാടിക്കൊണ്ടേയിരിക്കും. ഗോകുവിനെ അങ്ങനെ തൂക്കിയെടുത്ത് വലിച്ചെറിയാണ്. പക്ഷെ മുകളിലേക്ക് പോയ ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഇപ്പൊ വീണ്ടും അവനുമായിട്ട് പൊരിഞ്ഞ അട്ടി ബഹളം. അവന്റെ ഓരോ പഞ്ചും ഗോകു ആണെങ്കിൽ തട്ടി മാറ്റി കൈ അങ്ങനെ ചുരുട്ടി അവനെ ആഞ്ഞടിക്കും. തകർന്നു പോയി പൂവാണെങ്കിൽ താഴേക്ക് വീഴും. പക്ഷെ ഞൊടിയിടയിൽ അവൻ ബാക്ക് ടു നോർമലായി ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് അവനെ ആഞ്ഞടിക്കും. പക്ഷെ ഗോകു ഒരു വലിയ പവർ ഉപയോഗിച്ച് ഇപ്പൊ വീണ്ടും പൂവിനെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു പവറിൽ പൂവിന് നല്ല രീതിയിൽ പരിക്ക് പറ്റും. സുപ്രീം കായ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടി വരും. എങ്ങനെ പൂവാണെങ്കിൽ നമ്മുടെ പുണ്യപുരാതനമായിട്ടുള്ള ആ കായ് വേൾഡ് തന്നെ നശിച്ചു പോകുന്നതാണ് തോന്നുന്നത്. അതിന് എൽഡർ കായാണെങ്കിൽ ദേഷ്യപ്പെടും. നമ്മുടെ സ്ഥലം ഓൾറെഡി പകുതി നശിച്ചതാണ്. അപ്പൊ ആ സ്ഥലം നശിച്ചു പോകുന്നതല്ല, പകരം പൂവിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡണ്ടയാണെങ്കിൽ വിളിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും തോൽവി അത് ഏറ്റുവാങ്ങാൻ പാടില്ല, എന്ത് വില കൊടുത്തോ അവനെ തോൽപ്പിക്കണമെന്ന് പറയും. ഇവിടെ ആ ഒരു അറ്റാക്കിൽ താഴേക്ക് പോയ പൂവാണെങ്കിൽ വീണ്ടും ചാടി വന്ന് ഗോകുവിന്റെ കാല് പിടിച്ച് വലിക്കും. ഓ, നീ ചെയ്യുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. ആക്ച്വലി ഭൂമിയിൽ വെച്ച് എനിക്കൊരു നല്ല അവസരം കിട്ടിയതാണ്. ആ അവസരം കറക്റ്റായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവൻ ഇപ്രകാരം എന്റെ നേർക്ക് തിരിയില്ലായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ശക്തനായ ഒരു പോരാളി തന്നെയാണ്. നിന്റെ ഉള്ളിൽ ഒരുപാട് പവറുണ്ട്. നിന്റെ ശരീരം അത് ദുർബലമായപ്പോൾ ഞാൻ കരുതി നിന്റെ പവർ കുറഞ്ഞു വന്ന്. പക്ഷേ നിന്റെ ശരീരം നിന്നെ കൂടുതൽ പവർഫുൾ ആക്കിയെന്ന് പറഞ്ഞു ആണെങ്കിൽ വീണ്ടും അവന്റെ മുഴുവൻ ശക്തി എടുത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയിലും അവനൊന്നും സംഭവിക്കാതെ അവൻ ക്യാഷ്വലായിട്ട് ചൂളം വിളിച്ച് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഗോകു ആണെങ്കിൽ പല്ല് കടിച്ച് വീണ്ടും പവർ റിലീസ് ചെയ്യാണ്. അതാണെങ്കിൽ പുറത്തേക്ക് വലിയ വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. ആണെങ്കിൽ വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരുന്നത് കണ്ട ഗോകുവിനാണെങ്കിൽ ദേഷ്യം കൂടും. ഇവിടെ വെജിറ്റ ആണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വരും. അത് കണ്ട് ഗോകു അവനോട് പറയും, നീ ടെൻഷൻ ആവണ്ട, എത്രയും വേഗം ഞാൻ ഇവിടെ തകർക്കും. ഇപ്പൊ സമയം കൂടെ എനിക്ക് തരണം. അതിന് വെജിറ്റ പറയും, അവൻ വലിയൊരു ശക്തനാണ്, എനിക്ക് അവനുമായിട്ട് പോരാടി തോൽപ്പിക്കാൻ സാധിക്കില്ല. അവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ ആ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടാണ് നീ എന്നെ ചെയ്യാനായിട്ട് അനുവദിക്കാത്തത്. എനിക്ക് നിന്നെ കഴിഞ്ഞും പവർ കുറവാണ്. അത് കേട്ട് ഗോകു പറയും, അയ്യോ അല്ല, അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ടല്ല ഞാനതിന് സമ്മതിക്കാത്തത്. അതിന് വജീറ്റ പറയും, സത്യം എനിക്കും അറിയാം, ആ ബോനും അറിയാം, അവൻ വളരെയധികം പവർഫുൾ ആണ്. അവനുമായിട്ട് അല്പമെങ്കിലും ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമാണ്. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാനൊരു കൊച്ചു കുട്ടിയൊന്നല്ല. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ നീ ഇപ്രകാരം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയും വേഗം അവനെ തകർക്കണം. നീ നിന്റെ പവർ അത് ഫോക്കസ് ചെയ്യും. അത് കേട്ട് ഗോകു പറയും, എനിക്ക് എന്നെ കൺട്രോൾ എടുക്കാനായിട്ട് കഴിയുന്നില്ല. സൂപ്പർ സയൻ 3rd ഫേസിന്റെ പവർ അതൊന്ന് ഫോക്കസ് ചെയ്യാൻ പോലും അവൻ എനിക്ക് ഗ്യാപ്പ് തരുന്നില്ല. അത് കേട്ട് വജീറ്റ ഞെട്ടും. എന്റെ എടുത്തുചാട്ടം കൊണ്ട് മാത്രമാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ അല്പം കൂടെ പ്രിപ്പയർഡ് ആയിട്ട് മുൻപോട്ടേക്ക് പോകണമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് കേട്ട് വജീറ്റയാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, സത്യമാണോ? വേറെ 1 മിനിറ്റ് കൊണ്ട് നിനക്ക് അവനെ കൊല്ലാൻ കഴിയുമെന്നാണോ നീ പറയണേ? അതിന് ഗോകു പറയും, അതെ, നീ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ ഓരോരോ രൂപങ്ങൾ മാറി നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ 1 മിനിറ്റ് അതുപോലും എനിക്ക് തികച്ചു വേണ്ട. ഒരു 60 സെക്കൻഡ് കിട്ടിയാൽ മതി അവന്റെ കഥ കഴിക്കാനുള്ള പവർ. അത് അബ്സോർബ് ചെയ്തെടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. അത് കേട്ട് വജീറ്റ പറയും, അങ്ങനെയാണെങ്കിൽ അവൻ 1 മിനിറ്റ് ഞാൻ തടയാം. ഗോകു ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നിങ്ങൾ എന്തായി പറയണേ? അവന് ഭയങ്കര പവറാണ്, നിന്നെ നശിപ്പിച്ചു കളയും. അതിന് വജീറ്റയാണെങ്കിൽ വേണ്ടില്ല. നീ ദേഷ്യം പിടിക്കാനല്ല ഞാൻ അപ്രകാരം പറഞ്ഞത്. ഇപ്പൊ നീ അവന്റെ അടുത്തേക്ക് പോയാൽ നിനക്ക് നിന്റെ ജീവൻ അത് നഷ്ടപ്പെടും. ഓൾറെഡി നീ ഒരു തവണ മരിച്ചതാണ്. ഒരിക്കൽ കൂടെ നിനക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആരൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ ചെയ്താലും നിന്നെ തിരികെ പിടിക്കാനാവില്ല. അതിന് വജീറ്റ പറയും, എനിക്കതിന് കഴിയും. ഞാൻ അവനെ ഉറപ്പായാലും 1 മിനിറ്റ് ചെറുത്ത് നിർത്തും. ഗോകു ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ കാര്യം ചെയ്യും. പക്ഷെ ഒരു കാരണവശാലും നീ മരിച്ചു പോകാൻ പാടില്ല എന്ന് പറയും. അതിന് വജീറ്റയാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോകും. എന്നിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവനാണെങ്കിൽ ഡാൻസ് കളിച്ച് വജീറ്റയെ കളിയാക്കുകയാണ്. അത് കണ്ട വജീറ്റയാണെങ്കിൽ ഒരുപാട് പവറുകൾ അവന്റെ നേർക്കും. അച്ചരം പൊച്ചരം നിർത്താതെ ആഞ്ഞെറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ സെയ്റ്റാനാണെങ്കിൽ പട്ടിക്കുട്ടിയെ കെട്ടിപ്പിടിക്കും. വീണ്ടും പൊട്ടിത്തെറി തുടങ്ങി. നമ്മുടെ കാറ്റ് പോവാതെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം. ഗോകു എങ്ങനെയെങ്കിലും അവനെ തകർക്കുമായിരിക്കും എന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ വജീറ്റയെ നോക്കും. വജീറ്റ അവന്റെ ആക്രമണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 1 മിനിറ്റിനുള്ളിൽ ഞാൻ ഫോക്കസ് ചെയ്ത് ആ പവർ ലെവലിലേക്ക് എത്തണം. ആണെങ്കിൽ അല്പസമയം വജീറ്റയുടെ അറ്റാക്ക് അതെല്ലാം ഏറ്റുവാങ്ങിയതിനു ശേഷം അവന്റെ അടുത്തേക്ക് പാഞ്ഞുപോയി അവന്റെ മുഖത്തിടിച്ച് പിടിച്ചു വലിച്ച് നിലത്താഞ്ഞടിക്കുകയാണ്.
വജീറ്റയാണെങ്കിൽ ചോര തുളുമ്പി വീണ് കിടക്കുമ്പോൾ അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അവനാണെങ്കിൽ അല്പനേരം സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ വജീറ്റയെ നോക്കും. അവനാണെങ്കിൽ ശ്വാസം വലിച്ചുവിടും. ഒരു നിമിഷം എങ്ങനെയെങ്കിലും എനിക്ക് ഇവനെ പിടിച്ചു നിർത്തിയേ പറ്റൂ. വജീറ്റയാണെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ വജീറ്റയെ തൂക്കിയെടുത്ത് നിലത്തടിച്ച് അവനെ നോക്കി പരിഹസിക്കുകയാണ്. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ വജീറ്റയുടെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ഓ അബ്ബു, അവൻ കരുണയില്ലാത്തവനാണ്. അല്പം പോലും മേഴ്സി കാണിക്കാതെയാണ് അവൻ വജീറ്റയെ തല്ലി താഴെയിട്ടെന്ന് പറയും. ബൂ ആണെങ്കിൽ ഇപ്പോ ഗോക്കുവിന് നേരെ തിരിഞ്ഞ് അങ്ങനെ നടന്നു വരും. വജീറ്റയാണെങ്കിൽ ഒട്ടും വയ്യായിട്ടും വീണ്ടും എഴുന്നേൽക്കും. എന്തു പറ്റി ബൂ, നീ പേടിച്ചോടുകയാണോ? ഞാൻ തോറ്റിട്ടില്ല, മരിച്ചു പോയിട്ടില്ല. എന്റെ ഉള്ളിൽ ഇപ്പോഴും ജീവൻ അവശേഷിക്കുന്നുണ്ട്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് പോരാടാനായി പറയും. ഗോക്കുവിനാണെങ്കിൽ കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലാവും. കാരണം വജീറ്റയ്ക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. ബൂ അവനെ അറ്റാക്ക് ചെയ്ത പക്ഷെ അവന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയേക്കാം. ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും, ബൂ, അവനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. വജീറ്റ, ദയവ് ചെയ്ത് നീ അവിടെ നിന്ന് തെന്നിമാറ്, അല്ലെങ്കിൽ അവൻ നിന്നെ കൊന്നുകളയും. പക്ഷെ വജീറ്റ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ബൂവിനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. ഫാമിലി ഇല്ലാതാക്കി നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? എന്റെ ബാങ്ക് അറ്റാക്കിൽ ഞാൻ നിന്നെ ഒറ്റയടിക്ക് തകർക്കുമെന്ന് പറയും. ബോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. ബാങ്ക് അറ്റാക്ക് ഉപയോഗിച്ച് അവന്റെ ബോഡിയിൽ വലിയൊരു ദ്വാരം ക്രിയേറ്റ് ചെയ്തല്ലാതെ അവനും സംഭവിക്കില്ല. ഞൊടിയിടയിൽ റീജനറേറ്റ് ആയി ഇപ്പൊ വജീറ്റയെ പിടിച്ചു വലിച്ച് അവന്റെ മുഖത്തങ്ങനെ ഓറഞ്ചും പുറഞ്ചും തല്ലി തല്ലി പരിക്കേൽപ്പിക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. വജീറ്റ, ഒരല്പം നേരം കൂടെ നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക്. തന്റെ ഫുൾ എഫേർട്ട് കൊടുത്തുകൊണ്ട് ഇത് മാക്സിമം വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗോക്കു പറയും. ഒരു വലിയ അറ്റാക്കിൽ വജീറ്റയാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്ന് ആ കുഴിക്കകത്തേക്ക് വീഴും. അവന്റെ അവസ്ഥ കണ്ട് ബോ ആണെങ്കിൽ തുള്ളിച്ചാടും. പക്ഷെ അടുത്ത നിമിഷം വജീറ്റയുടെ ശബ്ദം കേട്ടവൻ ഞെട്ടും. നീ എന്തിനാണ് ഇപ്രകാരം തുള്ളിച്ചാടുന്നത്? നീയല്ല, ആര് വിചാരിച്ചാൽ എന്നെ അത്ര വേഗം കീഴ്പ്പെടുത്താനായിട്ട് കഴിയില്ല. എനിക്കിപ്പോഴും തോൽവി സംഭവിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി മരിച്ചതാണ്. എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കിയതാണ്. നീയാണ് ഇനി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സയാൻ വംശത്തിന്റെ രാജകുമാരനാണ് ഞാൻ, സാൽ വജീറ്റ. എന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സയാൻ വംശത്തിന്റെ പവർ എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരുന്നു പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ പവർ ക്രിയേറ്റ് ചെയ്ത് ബോന് നേരെ തിരിയും. ഇത് ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വജീറ്റ ആത്മഹത്യയിലേക്ക് കടന്നടുത്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ മുൻപോട്ടേക്ക് പോകുന്നതും ഫേസ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള അപകടത്തിന്റെ വ്യാപ്തി എന്താണെന്ന് അവന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഗോക്കു 1 മിനിറ്റല്ലേ വജീറ്റയോട് ആവശ്യപ്പെട്ടത്? ഇപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൻ ആ ഒരു മാജിക് ബോനെ അറ്റാക്ക് ചെയ്യാത്തത്? ഇവിടെ ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മുഴുവൻ പവർ ലെവലിലേക്കും പോവാൻ എന്തുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല? എനിക്ക് എന്താ സംഭവിക്കണേ? ഇനിയെങ്കിലും എനിക്ക് എന്റെ പവർ കൂട്ടണമെന്ന് പറയും. ഇവിടെ വജീറ്റയാണെങ്കിൽ വീണ്ടും അവന്റെ അടുത്തേക്ക് ഓട്ടി അടുക്കുമ്പോ ബോ ആണെങ്കിൽ അവന്റെ ആ ഒരു നീണ്ട വാലങ്ങനെ നീട്ടി കൊണ്ടുവന്ന് അതിൽ വജീറ്റയെ ചുരുട്ടിയെടുക്കും. പിന്നീട് വജീറ്റയ്ക്ക് ശ്വാസം പോലും വിടാൻ കഴിയാത്ത രീതിയിൽ അവനങ്ങനെ വലിച്ച് ചുരുട്ടുകയാണ്. ആ ഒരു വലിയ പവറിനുള്ളിൽ കടന്ന് അവനങ്ങനെ വേദന കൊണ്ട് നിലവിളിക്കും. അതിലേക്ക് ഷോക്ക് വേവ്സ് കൊടുത്ത് വജീറ്റയെ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് ബോ കൊണ്ടുപോകും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവിനാണെങ്കിൽ അതെല്ലാം തന്നെ കണ്ട് ഒരുപാട് ടെൻഷൻ തോന്നും. ഗോക്കു ആണെങ്കിൽ വജീറ്റയുടെ പേര് വിളിച്ച് നിലവിളിക്കും. ഗോ ആണെങ്കിൽ വജീറ്റയെ ഓരോരോ പാറകളിലായിട്ട് മാറി മാറി അലക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സൈറ്റാൻ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. അതേസമയം സുപ്രീം കായ് ആണെങ്കിൽ എഴുന്നേറ്റ് നടക്കും. എൽഡർ കായ് സുപ്രീം കായോട് ചോദിക്കും, കുറ്റി നീ എവിടേക്ക് പോവാ? അതിനാള് പറയും, എനിക്കിനി ഇത് കണ്ട് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. എത്രയും വേഗം അവർക്ക് എന്റെ സഹായം കൊടുക്കണം. എന്റെ ഒരു ചെറിയ സഹായം കൊണ്ട് അവർക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് വലിയൊരു വിജയം തന്നെയായിരിക്കും. എനിക്കറിയാം ബോവിന്റെ മുൻപിൽ എന്റെ പവർ ഒന്നുമല്ല. പക്ഷെ 1 മിനിറ്റ് ഗോക്കുവിനും വെജിറ്റയ്ക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അത്രയും പവർ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോ നോക്കി നിൽക്കാനാവില്ല. ഈ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും ഡെൻഡയാണെങ്കിൽ ഇപ്പൊ സുപ്രീം കായോട് അവിടെ നിൽക്കാനായിട്ട് ആവശ്യപ്പെടും. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. എനിക്ക് വലിയ പവറൊന്നും ഇല്ലായിരിക്കും, പക്ഷെ അണ്ണാറ കണ്ണിനും തല്ലാനായത് ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യം അത് ഉറപ്പായാലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ആളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഉടനെ സുപ്രീം കായ് ആണെങ്കിൽ ഓടി വരും. എൽഡർ കായ് ആണെങ്കിൽ ഓടി വരും. നിങ്ങൾ എന്തായി ചെയ്യണേ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഓൾറെഡി ഞാൻ നിങ്ങളെ അവിടേക്ക് അയച്ചേനെ. ഇപ്പൊ നിങ്ങൾ അവിടേക്ക് പോകുന്നത് വലിയ അപകടമാണ്. സയൻസിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മൾ പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കണം. കട്ട് ചെയ്ത ബൂ ആണെങ്കിൽ നിർത്താതെ ആ വജീറ്റി അങ്ങനെ കറക്കി ദൂരേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിക്കൊണ്ടേയിരിക്കും. വജീറ്റ ആണെങ്കിൽ വീണടക്കുന്നത് കണ്ട ഗോക്കു ടെൻഷനാവും. വജീറ്റ, ഞാനതാ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറയും. അത് കേട്ട് വജീറ്റ ദേഷ്യപ്പെടും. ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ സഹിക്കുന്നത്. ദയവ് ചെയ്ത് നീ നിന്റെ പവർ അത് കംപ്ലീറ്റ് ചെയ്യേ. കുറിച്ച് വെറുതെ ആലോചിച്ച് ടെൻഷനാവാൻ പാടില്ല എന്ന് പറയും. ഇവിടെ ബോ ആണെങ്കിൽ അവന്റെ കൈയും പവറും നീട്ടിക്കൊണ്ടുവന്ന് ഇപ്പൊ വജീറ്റയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നെ കൊണ്ട് ഇത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. ആയാലും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. അടുത്ത നിമിഷം സെയ്റ്റാനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അപ്രകാരം ചെയ്യും.
നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് നേരിട്. ലോക ചാമ്പ്യൻ ആയിട്ടുള്ള സെയ്റ്റാന്റെ പവർ അതെന്താണെന്ന് നീ ഇന്ന് അറിയുന്നു പറഞ്ഞ് സെയ്റ്റാൻ എങ്ങനെ നടന്നു വരികയാണ്. ഗോക്കു ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഈ മണ്ടൻ എന്തൊക്കെയായി കാണിക്കുന്നത്. അയാൾ മിക്കവാറും ബോവിന്റെ കയ്യിൽ നിന്ന് അട്ടുകെട്ടി ചാവും, ഉറപ്പാണതെന്ന് പറയും. ഇവിടെ ബോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് കോക്കറി കാണിക്കുകയാണ്. അത് കണ്ട ബോ ഇപ്പോ ഇറ്റേ താഴേക്കിട്ട് സെയ്റ്റാനെ നോക്കും. സെയ്റ്റാനാണെങ്കിൽ ചാടിയും തുള്ളിയും മറിഞ്ഞുമൊക്കെ ആക്ഷൻസ് കാണിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ പവറും ഫൈറ്റും കാണാൻ അവരും കൂടെ അവർക്ക് എല്ലാവർക്കും ഒരു ഹരമായിരുന്നേനെ എന്ന് സെയ്റ്റാൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.